ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ജഗദീഷ് ചേട്ടൻ കുറച്ചും കൂടെ ലൈറ്റ് വേർഷനാണ്. കാട്ടാളിൽ വരാനിരിക്കുന്ന ജഗദീഷ് ചേട്ടൻ എങ്ങനെ മാർക്കോട് ഒരു അവസ്ഥയായിരിക്കുമോ? അല്ല, അതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കാട്ടാളൻ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആയിരിക്കും. ചില കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത്. പ്രേക്ഷകർ ഒളിച്ചു വെച്ചിരിക്കും. മാത്യുവിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? മാത്യു ഇന്റലിജന്റ് ആണ്, പക്ഷെ ഇന്റലിജന്റ് ആണെന്ന് ഭാവിക്കുന്നു. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. ബുദ്ധിയുണ്ട്, പക്ഷെ ബുദ്ധി ഉണ്ടെന്നുള്ള രീതിയിൽ പെരുമാറുകയോ എനിക്കിതെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ പെരുമാറുകയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അടുത്ത കാലത്ത് സിനിമ ഓരോ സീനും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്കോ ആയിരുന്നു. സന്ദീപിന് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് പോലും മനസ്സിലായ ഒരു സിനിമയാണ്. സന്ദീപ് ചെയ്യും, നന്നായിട്ട് ചെയ്യും, പക്ഷേ എക്കോയിൽ സന്ദീപ് വേറൊരു സന്ദീപായിരുന്നു. I believe in love that I've read about, seen, ഈ പടത്തിലൊക്കെ കാണുന്ന, പണ്ട് ബുക്കിലൊക്കെ വായിക്കുന്ന, ഫെയറി ടെയിലൊക്കെ ഉള്ള പോലത്തെ പ്രണയം. എന്താ കഴിച്ചേ, എന്താ കഴിച്ചേ? ഞാൻ സെയിം പിഞ്ച്, ഞാനും പുട്ടാ കഴിച്ചു. ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണ് മാത്യു. മാത്യുവിന് കിട്ടുന്ന പെൺകുട്ടി ഭാഗ്യവതി ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം, രണ്ടുമൂന്ന് കാര്യങ്ങൾ. യൂഷ്വലി നമ്മൾ മലയാളികളോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ശീലം. പക്ഷെ സുഖമാണോ എന്ന ചോദ്യത്തിന് വളരെ കോൺഫിഡൻ്റ് ആയി ഉത്തരം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട് ഫെബ്രുവരി 13-ന്. ആൻഡ് ആ സിനിമയുടെ ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ. അല്ലെ ടീം, സുഖമാണോ? സുഖമാണോ? സുഖമാണ്. രാവിലെ എണീറ്റതിന്റെ ഇഷ്യൂ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇവിടെ ഡയറക്ടറും തുടങ്ങാം. ഈ പേരിന്റെ പിന്നിൽ പരിപാടി എന്താ? നമ്മളെല്ലാവരോടും ചോദിക്കുന്ന ഒരു ഫസ്റ്റ് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, സുഖമാണോ? പക്ഷേ നമ്മുടെ ഈ ഇരിക്കുന്ന 3 പേര്, അങ്ങേറ്റം ഐപ്പ്, ചാരു, തീയോ, ഇവരുടെ ലൈഫിൽ അങ്ങനെ ചോദിക്കാൻ ആൾക്കാരുണ്ടായിട്ടില്ല. അങ്ങനെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുഖമാണ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിലിൻ്റെ ആദ്യത്തെ ഇതുണ്ടല്ലോ, സുഖമാണ്, അതൊരു ഫസ്റ്റ് ഹാഫാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇവരുടെ ലൈഫിലേക്ക് അങ്ങനെ ചോദിക്കാൻ ഉണ്ടാവുന്നൊരു ചേഞ്ച് ഉണ്ട്. ഇതാണ് സെക്കൻഡ് ഹാഫ്, സുഖമാണ്. വെറുതെ ഇട്ട ടൈറ്റിലല്ല, അതിനൊരു ആർക്കുണ്ട്, ഒരു സാധനം ഉണ്ട് അല്ലേ? ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നമുക്ക് അവിടെ ഒരു ഫാന്റസി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് there is something. ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞ പോലെ ഒരു സർവമായ ഫീൽ ഉണ്ടല്ലോ, അതേ ഒരു ഡെലൂലു ഫീൽ ഒക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. ഇത് ആക്ച്വലി എന്താ സംഭവം? ഫാൻറ്റസി എലമെന്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാളുണ്ടെന്നൊരു പ്രസൻസ് ഉണ്ടല്ലോ. അതായത് സംസാരിക്കാൻ ആരും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയിൽ ഒരാൾ അടുത്തുണ്ടെന്നുള്ളൊരു സാധനമുണ്ട്. അത് മൊത്തത്തിൽ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഉണ്ട്, ഫാൻറ്റസി എലമെന്റ് അതിൻ്റെ അകത്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഡെലൂലു എലമെന്റ്? ഡെലൂലൊന്നുമില്ല, അങ്ങനെ ഏത് ഡെലൂലു അല്ല എന്നുള്ളത് നിങ്ങൾ കാണുക. പറയൂല. അതെ അതെ. മാത്യു പറ. ഞാൻ ഈ ടൈറ്റിലിന്റെ വേറൊരു ഇതും കൂടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജനറലി നമ്മുടെ എല്ലാവരുടെ അടുത്തും സുഖമാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ സുഖാണെന്ന് പറയും, പക്ഷെ അത്ര സുഖത്തിലായിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനൊരു ഡീറ്റെയിലിംഗ് കൊണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ സുഖാണെന്ന് പറഞ്ഞാലും ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്നവന് ശരി നമ്മൾ അതായിരിക്കില്ല ഉദ്ദേശിക്കണം. പ്രശ്നങ്ങളുണ്ട് നമുക്ക്, പക്ഷെ അത് പറയാൻ ഒരു മടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു വിഷമത്തിലായിരിക്കും ഈ സുഖമാണ്. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് ടൈറ്റിലിന്. അപ്പൊ അങ്ങനത്തെ ഒരു പടം ആണ്. എന്താ നമ്മൾ ഇപ്പൊ എൻ്റെ ക്യാരക്ടർ, ഞങ്ങളുടെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ എന്താ പറയുക, അവരുടെ ഒരു ലൈഫ് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് മൊത്തത്തിൽ കാണുമ്പോൾ കുറച്ച് വേറൊരു രീതിയിലായിരിക്കും അവർ ഇതിനെ കാണുന്നത്. കുറച്ച് ഇതെന്താ ഇവനെന്തോ പ്രശ്നം ഉണ്ടല്ലോ, അതെ 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 അതെ. അപ്പോൾ ഇപ്പം ശരിക്കും അങ്ങനെയല്ല. അവരുടെ ലൈഫ് ഇപ്പം ഓഡിയൻസ് നമ്മൾ കാണുമ്പോൾ ഇവരുടെ ലൈഫിൻ്റെ ഉള്ളിട്ടൊക്കെ പോകുമ്പോൾ അവര് ചെയ്യാത്ത പ്രശ്നങ്ങളാൽ അവർക്കുണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകളും അത് സഹിച്ച് ജീവിക്കുന്ന അങ്ങനത്തെ കുറച്ച്. ഈ തീയോനെ കുറിച്ച് കിട്ടിയ ഒരു ഔട്ട്ലൈൻ എന്തായിരുന്നു?
തിയോനെ കുറിച്ച് കിട്ടിയ ഔട്ട്ലൈനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ അരുൺചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് നവനീത് എന്ന് പറഞ്ഞു. പിന്നെ നവനീത് എൻ്റെ അടുത്ത് ഇങ്ങനെ ആദ്യം ഒരു 1 ലൈൻ പറയണേ, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോക്കാം, രസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതിൻ്റെ ഒരു ബേസിക് ലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ കേൾക്കാൻ, ഭയങ്കര ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ചാൽ ലോൺലിനെസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. ലോൺലിനെസ് ചർച്ച ചെയ്യുന്നതല്ല, അതെങ്ങനെയാണ് സൊസൈറ്റി ചിലപ്പോൾ മെജോറിറ്റി ഓഫ് ദ സൊസൈറ്റി അതിനെ എങ്ങനെ കാണുന്നതും അതിനെങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു ഇത്. അപ്പം അതിനൊക്കെ ഭയങ്കര അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. ഞാൻ തന്നെ നിർത്തുക. By the way, you look really good. Thank you. ഭയങ്കര രസമുണ്ടാണ്. പക്ക ഒരു പോലീസുകാരൻ തന്നെയല്ലേ? ഈ പടത്തിലല്ല, അത് മനസ്സിലായില്ലേ? ഇപ്പൊ ചെയ്ത പടത്തിൽ പ്രഥമ ദൃഷ്ടിയാല് ആ ലുക്ക് കണ്ടുമ്പോ മനസ്സിലാവൂല്ലോ, ഭയങ്കര എവിഡന്റ് ആണല്ലോ. പറയൂ, ഡെലുലു ഫീൽ ആയിരുന്നു സത്യം പറഞ്ഞ. ആണോ? പ്രൈമറിലി മാത്യു പറഞ്ഞ പോലെ തന്നെ ഒരാൾ കാണുമ്പം യു നെവർ നോ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അതെ. അപ്പം അവര് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്ന മോസ്റ്റ്ലി എല്ലാവരും ഏത് സമയത്തെടുത്ത് നോക്കുവാണെങ്കിലും എല്ലാവരും കുറേ പ്രോബ്ലംസ് മനസ്സിൽ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ എപ്പോഴാണോ ആ സ്ട്രഗിളിലേക്ക് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, നമ്മൾ ക്ലോസസ്റ്റ് ആൾക്കാർ, ഫ്രണ്ട്സ്, ആ ഒരു ഹെൽപ്പ് വെച്ചിട്ട് യു ബിക്കം എ ലോട്ട് ബെറ്റർ. അപ്പം ബേസിക്കലി അങ്ങനത്തെ കണക്ഷൻസ് ഫോം ചെയ്യുക, അങ്ങനത്തെ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക. ബേസിക്കലി ഇപ്പൊ ഇവര് ആക്ച്വലി പറഞ്ഞ് തീർത്തു വെക്കുക. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് പറയും? പ്രൈമറിലി അതാണ്, യു നെവർ നോ ഒരാൾ കാണുമ്പം വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അവർ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ പോകുന്നവരായിരിക്കാം, അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരാളെ മനസ്സിൽ എന്തൊക്കെ നടക്കുന്നു നമുക്ക് പറയാൻ പറ്റൂല. ബേസിക്കലി അതാണ് സാധനം. അതിപ്പോ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ച് പാടുപെടും. ജഗദീഷേട്ടാ, ഈ ചറ പറയാന്ന് പറയണ പോലെ കുറെ സിനിമ ഞാൻ തന്നെ ജഗദീഷേട്ടൻ്റെ എല്ലാ പ്രൊമോഷണൽ ഇന്റർവ്യൂലും കണ്ട് എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കുറെ നാളായിട്ട് നമ്മൾ തുടങ്ങിയ പരിപാടിയാണല്ലോ. ഇതെങ്ങനെയാ സെലക്ട് ചെയ്യുക? ഒരു സിനിമ വരുമ്പോ ഓക്കെ ഇത് ചെയ്യാം എന്ന് തീരുമാനിക്കണല്ലോ, ഇത് ചൂസ് ചെയ്യണല്ലോ. ബേസിക്കലി ഞാൻ നോക്കുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രോജക്റ്റ്. സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സബ്ജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അരുൺ പറഞ്ഞപ്പോൾ, നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ടൈറ്റിൽ തന്നെ ഈ കഥയായിട്ട് വളരെ ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സുഖമാണെന്ന് നമ്മൾ ആ ടൈറ്റിൽ ഓരോരുത്തരും പറയുന്ന ഓരോ രീതിയിലാണ്. അതെ. ഇപ്പോൾ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ മറുപടി പറയാം. വളരെ പെർഫെക്റ്റ്ലി ഹാപ്പി ആയിട്ടുള്ള ഒരാൾ പറയും സുഖമാണ്. വേറെ ചിലർ ഉള്ളിൽ ദുഃഖം ഒതുക്കിയിട്ട് ചിലർ പറയും സുഖമാണ്. അയാളുടെ ഉള്ളിലൊരു പെയിൻ കാണും. വേറെ ചിലർ ഇതിനെക്കുറിച്ച് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ചിലർ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ. ചിലർ സുഖമാണോ എന്ന് ചോദിക്കുന്നിടത്ത് സുഖമാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ മറുപടി പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ ടീം എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇത് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് അരുൺ പറഞ്ഞു മറ്റേ കാര്യം പറയരുത്. അപ്പോൾ മാത്യു പറഞ്ഞു അത് പറഞ്ഞൂടെ, പിന്നെ ഏത് പറയാ, അത് പിന്നെ മറ്റേത് പറഞ്ഞ, പിന്നെ എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ അത് പറയുന്നത്. അപ്പൊ ദേവി ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് പിന്നെ എന്താ പറയാ, എന്ത് പറയും. പക്ഷേ ചില കാര്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് പ്രേക്ഷകരിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതിൽ വലിയ സസ്പെൻസ് ഒന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് കാണിക്കുന്നോ അത് നമ്മുടെ ജീവിതമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ അകത്ത് വരുന്ന ഇപ്പോൾ ഫാൻറ്റസി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ തോന്നൽ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ റിയാലിറ്റിയിൽ ഇപ്പോൾ മാത്യുവിൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവരുടെ അനുഭവം അതാണ്. അവർ നമ്മളോട് പലപ്പോഴും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. നമുക്ക് അനുഭവപ്പെടാത്തതുകൊണ്ട് നമ്മൾ പറയും ഏയ് അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ചുമ്മാ പറയാതെ എന്ന് പറയും. പക്ഷെ അനുഭവപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അതുകൊണ്ടാണ് ഇന്നും ഒരു ചർച്ചാ വിഷയമാകുന്നത്. പക്ഷെ അതിനകത്ത് ഇത് ഡ്രൈ ആയിട്ട് അവതരിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കുക. ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, ഇതിനകത്ത് ഹ്യൂമറുണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, പിന്നെ ഇതിനേക്കാളും ഒക്കെ ഉപരി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സെന്റിമെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് പ്രേതമുണ്ടോ? അല്ല, അതാണ് പ്രേതം എന്ന് പറയുന്ന ഇത് എൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ,
എൻ്റെ ക്യാരക്ടർ ഐപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഐപ്പിന് മനസ്സിലാകുന്നില്ല പല കാര്യങ്ങളും. അത് തന്നെയായിരിക്കും പ്രേക്ഷകരുടെ അവസ്ഥ. അല്ലെങ്കിൽ ഐപ്പ് പറയുന്ന ഒരു ആംഗിളിലായിരിക്കില്ല പിന്നെ മാത്യുവിൻ്റെ ക്യാരക്ടർ കാണുന്നത്. പറഞ്ഞു മനസ്സിലായി? തിയോ കാണുന്ന ആംഗിളിലല്ല ദേവിക കാണുന്നത്. ഇത് എല്ലാവരുടെയും ആംഗിൾ കാണുന്ന ആളാണ് അരുൺ. ഇനി ഇതിലൊന്നും ആയിരിക്കില്ല ഞങ്ങൾ കാണുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം സിനിമ അങ്ങനെ തന്നെയാണ്. സിനിമ അതാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് ഞാൻ പൊളിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഈ ആത്മാവ്, സ്പിരിറ്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഒരു അന്വേഷണമാണ് ഈ സിനിമ. ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആത്മാവ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അപ്പോൾ ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് ട്രെയിലർ കാണുമ്പോഴോ ഒക്കെ സർവമായ അതുമായിട്ട് സാമ്യമുണ്ടോ? സർവമായ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മൾ എന്നേ ഞാൻ ഈ കഥ കേട്ടിട്ട് എത്രയോ പിന്നെ വളരെ എനിക്ക് തോന്നുന്നു നെയ്മർ നടക്കുന്ന സമയത്താണ് മാത്യു ഇതിന്റെ ഒരു വളരെ നേരത്തെ തന്നെ. എന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ക്രിസ്റ്റിയുടെ ടൈമിലാണ്. പക്ഷെ വേറെ അറിയാം, സർവമായ ഞാൻ കണ്ടു. സർവമായിട്ട് ഈ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അത് ഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ഒക്കെ സാമ്യം വരാം. കാരണം വെച്ചാൽ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കാമല്ലോ. ഇത് അങ്ങനെ ആ ആംഗിളിലല്ല ഇതിനെ കൊണ്ടുപോയിട്ടുള്ളത്. ഇത് വേറൊരു ആംഗിളാണ്. എനിക്കിഷ്ടപ്പെട്ടു. അത് ഞാൻ പറയുള്ളൂ. കാരണം പ്രേക്ഷകർ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും ഈ ചിന്തകളോട്. പക്ഷേ നമ്മളൊരു കലാസൃഷ്ടി എന്ന നിലയിൽ എല്ലാവരെയും പിന്നെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഈ അഭിപ്രായം ഈ കഥയെക്കുറിച്ചായിരിക്കും, കഥാഗതിയെക്കുറിച്ചായിരിക്കും. ആൾക്കാർക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ സിനിമ വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ജഗദീശന്റെ അതായത് യൂട്യൂബിൽ ജഗദീഷ് എന്നടിച്ചു കൊടുത്താൽ ജഗദീശന്റെ എല്ലാ റീലുകളിലും ജഗദീഷിനെ ആരെങ്കിലും കുറിച്ച് പറയുമ്പോൾ അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുക. ആൻഡ് ഇത് ഭയങ്കര രസമാണ്. ഭയങ്കര മൈക്രോ സാധനങ്ങളൊക്കെ ഭയങ്കര നോട്ടീസ് ചെയ്തിട്ട് പറയാ. മാത്യുവിനെ ഇപ്പൊ കുറച്ചധികം ഇന്റർവ്യൂവിൽ കണ്ടുവെച്ച് മാത്യു ഒരു ഇൻവെർട്ടർ ആണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്യു പറയാൻ ഭയങ്കര പാടാ. മാത്യുവിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? മാത്യുവിൽ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്യു കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആണ്, വാചാലനല്ല. ഒരുപാട് വാചാലനല്ല. ചേട്ടൻ റെഡിയല്ലേ? ഞാൻ റെഡിയാ. നോക്കാം ചേട്ടാ. അതിങ്ങനെ പറഞ്ഞ അരുൺ ചേട്ടാ, അത് ഇങ്ങനെ പറഞ്ഞാൽ നന്നാവില്ലേ? അത് ഇങ്ങനെ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചോദിച്ച് ഞാൻ പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. സോഫ്റ്റ് ആണെന്ന് കരുതി സ്വന്തം അഭിപ്രായങ്ങളില്ല എന്നല്ല. ഓരോ സീനിലും ഡിസ്കസ് ചെയ്യും. അതിങ്ങനെ പറഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവും എന്നൊക്കെ നമ്മൾ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട് സീനിൽ. ഇതിന് കാരണം വെച്ചെന്നാൽ നമ്മളെപ്പോഴും നോക്കുന്നത് പ്രേക്ഷകര് നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വരാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ചില സീനിൽ സംശയം വരുമ്പോൾ ഞാനും മാത്യുവും കൂടെ തന്നെ ചെന്ന് അരുണിൻ്റെ അടുത്ത് ചോദിക്കും, അതിങ്ങനെ വന്നാൽ അത് നമുക്കൊരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നില്ലേ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അരുൺ ഒന്നുകിൽ അതിൻ്റെ വിശദീകരണം പറയും, അതങ്ങനെ അല്ല, വിശദീകരിച്ച് തരും. അത് ഇന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം തോന്നുന്ന ഈ സീൻ്റെ ആണ്. വേറെ സീനിൽ 67 സീനിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കൺവിൻസ്ഡ് ആവും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആലോചിച്ചതിന് ശേഷം ഒരു ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സീൻ നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അരുൺ വീട്ടിൽ പോയി ആലോചിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞ അഭിപ്രായത്തോട് ഏറെക്കുറെ യോജിച്ചുകൊണ്ട് ആ സീനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പിടിവാശിയൊന്നും ഇതിനകത്ത് ആർക്കും ഇല്ല. അപ്പോൾ അതാണല്ലോ വേണ്ടത്, ഒരു ടീം വർക്കാണ് വേണ്ടത്. നമ്മൾ ഈഗോ ഇല്ലാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ട് അരുൺ. അല്ലെങ്കിൽ അരുൺ അതിന് തൃപ്തികരമായ വിശദീകരണം എനിക്ക് തന്ന് എന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതല്ലേ പറഞ്ഞ കറക്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ എഴുതുന്ന സമയത്ത് ഉണ്ടാവുന്നതല്ല. ആക്ച്വലി എനിക്ക് തോന്നിയത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഡെബ്യൂട്ട്, എൻ്റെ ആദ്യ പടമാണ്. നമ്മളെ ലൊക്കേഷൻ ഉണ്ടാവുന്നതാണ് ആക്ച്വലി സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റൊക്കെ എഴുതി നമ്മൾ ചെയ്യും ഓക്കെ ഇതാണ് സിനിമ. ലൊക്കേഷനിൽ പോകുമ്പോൾ ഇവരിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ആക്ച്വലി ചേട്ടൻ എന്നോട് പറഞ്ഞോണ്ട് ഇങ്ങനെ, അതായത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്കത് കൺവേ ആവുന്നില്ല, എൻ്റെ ആർട്ടിസ്റ്റ് കൺവേ ആവുന്നില്ല. ആ സമയത്ത് അതൊരു ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള സാധനം. നമ്മളത് ഓപ്പണായിട്ട് നമ്മളത് കേൾക്കണം. എഴുതുന്ന സമയത്ത് ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ ഫ്രീഡത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ആർട്ടിസ്റ്റിന് മുമ്പിൽ വരുമ്പോൾ അവർക്കത് കൺവിൻസ് ആവണം. ഞാനിത് എങ്ങനെ ഇമോട്ട് ചെയ്യും, ഞാനിത് എങ്ങനെ പറയും എന്നുള്ളൊരു ഉത്തരം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റണം. നമ്മളത് വളരെ ഓപ്പണായിട്ട് കേൾക്കണം. ഓക്കെ ഇതിന് പ്രശ്നമുണ്ട്, അങ്ങനെയാണ് നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്ത് തന്നെയാണ് ഈ സിനിമ ഉണ്ടായത്. ഒരു കൊളാബ് തന്നെയാണ്.
നമ്മൾ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കഥ ഇഷ്ടപ്പെട്ട് വന്നവരായതുകൊണ്ട് നമ്മുടെ ഗോൾ ഒന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് കൺവേ ചെയ്യാം. അപ്പൊ നമ്മളത് പറഞ്ഞ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ തുറന്നു പറയും, അത് കറക്റ്റ് ചെയ്യും. അപ്പൊ ആ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കേണ്ട വന്നാൽ പോലും നമ്മുടെ ഗോൾ ഒന്നായതുകൊണ്ട് ആ ടീം വർക്കിൽ തന്നെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ജഗദീഷ് ചേട്ടന്റെ കേസിൽ പറയുകയാണെങ്കിൽ അന്ന് നമ്മൾ കണ്ട ജഗദീഷ് ചേട്ടനേ അല്ല ഇപ്പൊ ഓരോ സിനിമയിൽ വരുമ്പോ ഓരോ ലുക്കും ഓരോ സ്വഭാവവും ഓരോ അഭിനയമാണ്. അപ്പൊ ആളുടെ അടുത്തേക്ക് ഒരു സ്ക്രിപ്റ്റും കൊണ്ടും നമ്മൾ സൂക്ഷിക്കണല്ലോ, നമ്മൾ അജാതി സാധനം കൊണ്ട് ചെല്ലണല്ലോ. എങ്ങനെ ജഗദീഷ് ചേട്ടനെ സെലക്ട് ചെയ്തേ? ജഗദീഷ് ചേട്ടനിലേക്ക് ആക്ച്വലി എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇതിലേക്ക് ഓരോ ആർട്ടിസ്റ്റിലേക്ക് എത്തിപ്പെട്ടത് ഒരു നിമിത്തമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ചേട്ടൻ്റെ ഒരു കാര്യം പറയാം, ചേട്ടൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ചേട്ടൻ്റെ ആയിരുന്നു. തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഷോട്ടിങ്ങിന് ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട്, അപ്പോൾ ലൈഫിൽ ആദ്യത്തെ ഷോട്ടാണ്, ബാക്കിൽ അച്ഛനും അമ്മയും വൈഫും എല്ലാവരും ഉണ്ട്. ഞാൻ ഒന്നാമത് കൈയൊക്കെ വർഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു സാധനം വന്നാൽ കൊള്ളാമെന്ന് വെച്ചാൽ ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവം അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഒരു സാധനം തന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ചേട്ടനെ ഞാൻ ചൂസ് ചെയ്തല്ല, ദൈവമായിട്ട്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനം സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യും ചില ആൾക്കാരെ, നമ്മളല്ല ചൂസ് ചെയ്യുന്നത്. സിനിമ ഉണ്ടാവണം അങ്ങനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഈ സിനിമ കഴിഞ്ഞോടുകൂടി ഞാൻ ഒരു സ്പിരിച്വൽ ലൈനിലേക്കൊക്കെ മാറിപ്പോയി. അപ്പൊ എനിക്ക് സത്യം 100% സിനിമ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. കാര്യം ഞാൻ ആക്ച്വലി 3-4 ഐഡിയ വേറെ എൻ്റെ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതല്ലാതെ ഉണ്ടായതാണ് ഈ സിനിമ. ഞാനിപ്പോൾ ഇതാണ് ആക്ച്വലി എനിക്ക് ഉണ്ടാവേണ്ട സിനിമ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഇവർ വന്ന ഈ 3 പേരും ഇത് ഇവരിൽ അപ്പുറം പെർഫെക്റ്റ് ആയിട്ട് വേറൊരു സാധനം ഇല്ലെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഒരു നിമിത്തം തന്നെയാണ്. അതുകൊണ്ട് ചേട്ടനിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ ജഗദീഷ് ചേട്ടൻ വേണം, അല്ല അതെന്തോ വന്ന് ചേർന്നാണ്. ഈ ഡെയിലി എന്ന് പറയുന്ന പോലെ കണ്ട് അയൽവക്കാരനെ കണ്ട് മനസ്സിൽ രജിസ്റ്റർ ആയി പോയതാണ്. ആദ്യത്തെ നെറേഷനിൽ തന്നെ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അരുൺ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. ഒറ്റ സ്ട്രെച്ചിലാണ് കഥ പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം കുറച്ച് കഴിഞ്ഞ്, അങ്ങനെയൊന്നുമില്ല. ഒറ്റ സ്ട്രെച്ചിന് തന്നെ കഥ പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. അതിനകത്ത് കുറച്ച് നാൾ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതെ, അതുകൊണ്ട് അത് തറവായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതെ, ഓൺലൈൻ വായിക്കുകയല്ല, പുള്ളി മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാട്ടോ, അത് ഭയങ്കര എവിഡന്റ് ആ വർത്താനത്തില്. ഇതിന്റെ അകത്ത് എന്തോ ഒരു ഇൻവോൾവ് ആണെന്നുള്ള കാര്യം. ഇപ്പൊ ജഗദീഷന്റെ കേസ് പറയുമ്പോഴേ നമ്മുടെ പാരന്റ്സും നമ്മളും ഒക്കെ കണ്ട് വളർന്നിട്ടുള്ള ആളാണ്. ആൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംബന്ധിച്ചില്ല. കുറെ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ആളുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാക്കും ഒരു ഫീൽ ഉണ്ടല്ലോ. ദേവിയേ, എന്തായിരുന്നു ഫീല്? ഞാൻ ജഗദീഷ് ചേട്ടനും ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. 1 രണ്ടുപേരുണ്ട്. പക്ഷെ എനിക്ക് ഞാനപ്പോ ദൂരത്തിൽ കണ്ടുള്ളൂ. കാരണം സെക്രട്ടേറിയറ്റിലെ സീനുകളായിരുന്നു. അപ്പൊ അവരെല്ലാരും ഫ്രണ്ടിലും നമ്മൾ ഗാലറിയിലായിരുന്നു. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ കാണാം. അപ്പൊ കുറെ തിരക്കൊക്കെ ഉള്ള സമയം. അപ്പൊ എനിക്ക് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനും അവരും എല്ലാവരും പെട്ടെന്ന് എടുത്തു പോകാൻ നൈറ്റ് ഷൂട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിലാണ് ഒരുമിച്ചൊരു സീൻ അങ്ങനെ ഒരു ഇന്ററാക്ഷൻ തന്നെ ഇതൊക്കെ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ജഗദീഷിന്റെ അടുത്ത് പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ മഴ പെയ്യും മതളം കൊട്ടുവാണ്. എനിക്ക് അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ ഇവര് നമ്മൾ ഓരോ സീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇതുണ്ടെങ്കിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻപുട്ട് അത് ചെറിയ കാര്യങ്ങളായിരിക്കും, നമ്മളത് ചിലപ്പോൾ ചിന്തിക്കണം എന്നില്ല. അവർ ആ ഈ എക്സ്പീരിയൻസിലായാലും അതിൽ ഫോം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അത് കിട്ടുവാണ്. എനിക്ക് അത്രയും സമയം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കുട്ടേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും കുട്ടേട്ടനും ഇങ്ങനെ വിജയരാഘവൻ സാർ പറഞ്ഞു തരും ഇങ്ങനെ. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. പഴയ കാര്യങ്ങൾ പറയും അന്ന് ഇങ്ങനെ അങ്ങനത്തെ നിങ്ങൾക്ക് അതിന് മാത്രം സമയമൊന്നും കിട്ടില്ല. പക്ഷെ കുറച്ചധികം സമയം ഇതുപോലെ ഇരുന്ന് ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ കിട്ടാന്ന് വിചാരിക്കും. ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് ഒരു സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ ആങ്കേഴ്സ് അങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് വരും. പക്ഷെ നമുക്ക് അതിന് സമയം കിട്ടില്ല. അങ്ങനെ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു സിനിമയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഏതാ ചോദിക്കാം? ഞാൻ മഴ അതേ ചോദിക്കാൻ പറ്റുള്ളൂ, അത് വിട്ട് കളിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. അതും മൂക്കിലെ രാജ്യത്ത് അങ്ങനത്തെ കുറച്ച് സിനിമകൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ആ ദിവസം തന്നെ ഞാൻ ചോദിച്ചു. ഇങ്ങനെ കഥ പറഞ്ഞ് മടുക്കുമായിരിക്കും, എല്ലാവർക്കും ചോദിക്കാണ്ടാവൂലോ. അല്ല, ഇതിന്റെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു അതിനകത്ത് റോള് വെച്ചിട്ടല്ല, എന്റെ കഥ എന്റെ എന്ന് വെച്ചിട്ട് അതെങ്ങനെയാണ് അറിയാനും കാര്യങ്ങൾ അതിനകത്ത് കുറെ അതൊരു ടീം വർക്കാണ്. പ്രിയദർശന്റെയും ശ്രീനിവാസന്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. എൻ്റെ ബേസിക് സ്റ്റോറി എൻ്റെ ആണെന്നുള്ളതേ ഉള്ളൂ. ബാക്കി ശ്രീനിവാസൻ അതിൽ എങ്ങനെയാണ് എൻ്റെ കഥയെ ഈ രീതിയിൽ മനോഹരമായി ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. എൻ്റെ കഥ
ഒരു റേഡിയോ അല്ല നാടകം. ജഗദീശന്റെ എങ്ങനെയാ കഥയുടെ തോട്ട് വന്ന തലയില്? അല്ല, ആ തോട്ട് എനിക്ക് പലതും വരും, ഇന്നും വരും, ആണോ? ഇന്നും ഇഷ്ടം പോലെ കഥകൾ വരും. പക്ഷെ ഇന്നുള്ള ഗുണം എന്ന് വെച്ചിരുന്നാൽ അതിന്റെ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? ഫസ്റ്റ് തോട്ട് ഇതേപോലെ പിന്നെ വീട്ടുകാര് നിർബന്ധിച്ച് ഒരാളെ ഒരു ഫാമിലി പിന്നെ എന്താ പറയുക കണക്ഷനുള്ള ഒരാൾ പെണ്ണ് കാണാനായിട്ട് അയക്കുമ്പോൾ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾ എന്തായിരിക്കും ചെയ്യാന്നുള്ളൊരു തോട്ടാണ്. അതീതാണ് അത് ഡെവലപ്മെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ വീണ്ടും മാറുമ്പോഴാണ് അതിനകത്ത് ട്വിസ്റ്റുകളെല്ലാം വരുന്നത്. അപ്പൊ അത് ബേസിക് തോട്ട്. അങ്ങനെയുള്ള ത്രെഡുകളും ഒക്കെ ഇന്നും മനസ്സിൽ വരും. പക്ഷേ ഇന്നുള്ള ഗുണം ഞാൻ പറഞ്ഞല്ലോ, ചിലത് ഇന്ന് രാത്രി എനിക്ക് ഭയങ്കര ഗംഭീര കഥയാണെന്ന് എനിക്ക് തോന്നും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ അയ്യോ ഇത് വളരെ പഴയ കഥയാണല്ലോ, ഇതും കൊണ്ട് ഞാൻ പോയി എന്നെ ഒരു നല്ല ഇമേജ് ആണ് ഉള്ളത് വെറുതെ രാത്രി കിടക്കുമ്പോൾ തോന്നുന്നു ഇത് ഉഗ്രം കഥയാണല്ലോ, ഇത് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യണം. പക്ഷെ രാവിലെ എഴുന്നേക്കുമ്പോൾ മനസ്സിലായി അയ്യേ അത് ഈ സിനിമ എഴുതുന്ന ആൾക്കാരെ പലരും, അതായത് ഇപ്പൊ നമ്മുടെ ക്യാമറയിലെ ടീമിലെ ആൾക്കാർ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നത് അവര് പറയും ചില സാധനങ്ങളൊക്കെ നമ്മൾ വമ്പ സാധനം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ സിനിമക്കാരെ കൊണ്ട് കേൾപ്പിക്കുമ്പോ നീ ഇത് എഴുതിയതാണോ, നീ പണി നിർത്തിക്കോട്ടോ എന്ന് പറയുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതായത് എഴുതിക്കൊണ്ട് പോയ സാധനം നമ്മൾ വൻ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് എഴുതിയിരുന്ന കാലത്തൊക്കെ ഈ സീനൊക്കെ ഡയറക്ടർക്കൊക്കെ നേരത്തെയൊക്കെ ഒരു ഡിസ്കഷന് ശേഷമാണ് എഴുതുന്നത്. അതുകൊണ്ട് അത് ടോട്ടലി റിജക്ട് ചെയ്ത് എന്താണെന്നുള്ള ഒരു ചോദ്യം ഒരിക്കലും വന്നിട്ടില്ല. ഇന്ന് ആലോചിക്കുമ്പം നമ്മൾ വീണ്ടും പിറ്റേ ദിവസം കുറച്ചുകൂടെ രാവിലെ ഇരുന്ന് ആലോചിക്കുമ്പം അതേപോലുള്ള കഥകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിലെന്താണ് ഇത്ര നോവൽറ്റി ഉള്ളത്, കുറച്ചുകൂടെ പുതുമ വേണ്ടേ എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് ആ സബ്ജക്റ്റ് അങ്ങ് മാറ്റും. അപ്പം ഇതിൽ എന്നിട്ട് വീണ്ടും മനസ്സിൽ നിന്നും അങ്ങനെ പഴയതൊന്നും തോന്നാത്ത ചില സബ്ജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. നമ്മളൊന്ന് കാണുന്നുണ്ട് സൈഡിൽ കൂടെ നമുക്കൊന്ന് കാണാം. അപ്പൊ അതൊന്നും ചോദിച്ചില്ല, ഇപ്പോഴല്ലേ അറിയുന്നേ. അപ്പൊ അങ്ങനെ ആലോചിക്കും ഞാൻ. എനിക്ക് ഉറങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പുതിയ സബ്ജക്റ്റുകൾ ആലോചിക്കുക. ആലോചിച്ചിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പം ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകും. ആ കഥ അത് ഒരു പോയിന്റിൽ നാച്ചുറൽ. കാരണം വെച്ചെന്നാൽ മൈൻഡിന് ചെറിയ സ്ട്രെയിൻ കൊടുത്താൽ താനേ മൈൻഡ് അങ്ങ് റിലാക്സ് ചെയ്തോളും. ഇതിപ്പോൾ ഞാൻ ആ കഥ അങ്ങോട്ട് പോയിട്ട് അവിടെ അയാൾ അവിടെ ചെന്നപ്പം മറ്റേ കണ്ടിട്ട് ഇനി ഇതെങ്ങനെ കണ്ടിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇയാളെ കണ്ടിട്ട് അവിടെ പോയിട്ട് വന്നിട്ട് മറ്റേ ആദ്യം കൊണ്ടുവന്ന് ആ സീൻ നമ്പർ 2 കാണിച്ച് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാലോ, അതാണ് ഉറക്കത്തിന്റെ പ്രോസസ്. ആ ഈസി ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടും. നല്ലൊരു മാർഗമാണ് ഞാൻ പറയണത്. നേരെ മറിച്ച് നമ്മൾ മോശമായിട്ടുള്ള രാജ്യത്ത് നടക്കുന്ന ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും, നമുക്ക് ഉറക്കം വരില്ല, ടെൻഷനായി പോകും. വേറെ ടെൻഷൻ. അപ്പൊ അത് വേറെ പുതിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഈ പുതിയ സിനിമകൾ കാണുമ്പോ ചില കഥകൾ കാണുമ്പോ നമുക്കൊരു ഫീൽ വരില്ല, ഇത് ഇങ്ങനെ ആരുടെ തലയിൽ ഉദിച്ചടാ, ഇത് അങ്ങനെ റീസെന്റ് തോന്നിയ ഒരു സിനിമ ഏതാ? ആ ത്രെഡ് കണ്ടിട്ട് അല്ല, ആ ത്രെഡ് കണ്ടിട്ട് എനിക്ക് ആ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അടുത്ത കാലത്ത് സിനിമ ഓരോ സീനും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്കോ ആയിരുന്നു. അത് ഞാൻ അപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സംവിധായകനെയും റൈറ്ററെയും നമ്മുടെ ഹീറോയും ഒക്കെ വിളിച്ചു. മോനെ വിളിച്ച് പറഞ്ഞില്ലേ? അതെ, സന്ദീപ് നമുക്ക് ഭയങ്കര എന്താ പറയുക, ബാലിമിലി എത്രയോ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. സന്ദീപിന് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് പോലും മനസ്സിലായ ഒരു സിനിമയാണ്. സന്ദീപ് നന്നായിട്ട് ചെയ്യും. പക്ഷേ എക്കോയിൽ സന്ദീപ് വേറൊരു സന്ദീപായിരുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ഫ്രം ദ തുടക്കം ഒരു പ്രോപ്പർ ക്യാരക്ടർ തന്നെ ആയിരുന്നു സന്ദീപ്. പടത്തിന്റെ ഫസ്റ്റ് ഷോട്ട് മുതൽ ഭയങ്കര അത് മെയിൻറ്റെയിൻ ചെയ്തു. അതിന് ആ ഒരു ലെയർ മാറുന്ന അനുസരിച്ച് സന്ദീപിന്റെ ഫേസിലെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ മാറി ഒരു മെച്ചുവേർഡ് ആളായി മാറുന്ന. ആദ്യത്തെ ഒരു പയ്യനാണ്, സഹായിക്കാൻ നിൽക്കുന്ന പയ്യൻ എന്നുള്ളത് മാറി ഭയങ്കര ഇന്നസെന്റ് ഫീൽ ആണ് ആദ്യത്തെ. ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള വേറൊരു രീതിയിൽ ഈ ഉയരങ്ങളിലെ മോഹൻലാലിനെ പോലെയൊക്കെ ഉള്ള ലെവലിൽ ആ ലെവലിലുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. അത് സന്ദീപ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്കോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ബാഹുൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളൊരു സംഭവമാണ്. ബാഹുൽ മാത്രമല്ല സംവിധായകനും അത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു വല്ലാത്ത സിനിമയായിരുന്നു. നമ്മൾ 2ാമത്തെ മിനിറ്റിൽ ആ വേൾഡിൽ നമ്മളങ്ങ് ഇന്നാവും. അത് നമ്മളത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു. അത് ട്രെയിലർ ഉൾപ്പെടെ കാണുമ്പോ കണ്ടിരിക്കുന്നതൊക്കെ എത്ര ചൂടത്തിരിക്കുകയാണെങ്കിലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് സാധനം. അത് ആ വിഷ്വൽസിന്റെ ഒരു പവറാണ്. ദിൻജിത്ത് അതിനെ നന്നായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈവൻ കിഷ്കിന്ദ കാണ്ഡം പോലും അതെ അങ്ങനെയാണ്. ആ വേൾഡിലേക്ക് പോകും നമ്മൾ, അവരുടെ ആ യൂണിവേഴ്സിലേക്ക്. കഥ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഇവർക്ക് അറിയാലോ, ഇത് വേറൊരാൾക്ക് മനസ്സിലാവാൻ നമ്മൾ കാണുമ്പോ നമുക്ക് വിഷ്വലി ഓക്കെയാണ്. ഇത് പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളൊരു
ഇത് അത് സന്ദീപിനോട് ചോദിച്ചു കേട്ടോ, ഇതെങ്ങനെ ഈ കഥ നിങ്ങക്ക് മനസ്സിലായ എന്നപ്പോ സന്ദീപ് പറഞ്ഞ എന്താ വെച്ചാൽ 7 മണിക്കൂർ എടുത്തു. ഒരു റൂം എടുത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു ദിൻജിത്ത്. ആ റൂമിൽ പോയിരുന്ന 7 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് വായിച്ചത്. എന്നിട്ട് ഒരു ബുക്ക് എടുത്ത് അതിനകത്ത് ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും മനസ്സിലാവാത്തത്, എന്നിട്ട് പോയി ചോദിക്കും. അങ്ങനെ മനസ്സിലാക്കി. ഇത് 1ഉം 2ഉം പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവാണ്ട് 3ാമത്തെ പ്രാവശ്യം പോയി കണ്ടു. ഇത് ഓരോന്ന് കാണുമ്പോഴാണല്ലോ ചുരുളെഴുതുന്നത്. നമ്മളിപ്പോ ജഗദീശ്വരനെ, അതായത് ഞാൻ ജഗദീശ്വരനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ എന്റെ വീട്ടിലൊരു ഡിസ്കഷൻ നടക്കും. പുള്ളിയുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ സിനിമ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ. പക്ഷെ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാട്ടോ. ഇത് ഒരു സിനിമ അദ്ദേഹത്തിനൂടെ ചെയ്യുമ്പോ അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. അപ്പം ആളെ പോലെ ഒരാളുടെ അടുത്ത് ആക്ട് ചെയ്ത് കഴിഞ്ഞ് സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആളുകൾ വന്നിട്ട് ദേവിയുടെ അടുത്ത് ചോദിക്കുകയും ജഗദീഷ് ചേട്ടൻ എങ്ങനെയുള്ള ആളാ, പുള്ളി എങ്ങനെയാ, നൈസാണോ, സെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുതാവുമ്പം മുതൽ ടി വിയിൽ കാണുന്ന ആൾക്കാർ അറ്റ് സം ലെവൽ നമ്മളെ ഫാമിലി ആവും. അതെ. ഇപ്പോഴാണെങ്കിൽ ഇപ്പം സാറും ഇൻക്ലൂഡിങ് സാർ ഒരുപാട് പേര് എനിക്ക് അങ്ങനെ അല്ലാത്ത ലെൻസ് കൂടെ അവരെ കാണാൻ പറ്റില്ല. ഇപ്പം ലാൽ സാറിന്റെ പഴയ പടം കാണുവാണെങ്കിൽ, മമ്മൂക്കയുടെ പഴയ പടം കാണുവാണെങ്കിൽ, അപ്പൊ ഒക്കെ ആ മാനറിസംസും ഭയങ്കര ഒരു നമ്മൾ ചെറുതാകുമ്പോഴേ കണ്ട് 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 നമുക്ക് ഭയങ്കര അറിയാവുന്ന ആരോ പോലെയാണ് ചേച്ചി. അതെ, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വീട്ടിലുള്ള ആൾക്കാരെ പോലെ. ഞാനിപ്പോ റീസെന്റ് മിന്നാരം കാണുമ്പോൾ ഞാൻ ഓർക്കുക, എൻ്റെ അച്ഛനൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ എനിക്ക് ലാൽ സാറിന്റെ ഇതൊക്കെ കാണുമ്പോൾ. ഇനിയിപ്പോ അങ്ങനെയാണോ അതോ ഞാൻ തിരിച്ചാലോചിക്കുവാണോ, എൻ്റെ ഫാമിലി മെമ്പർ പോലെ അങ്ങനെ ആലോചിച്ചിട്ട് അതാണോ? അപ്പോൾ ഭയങ്കര ആ സെയിം ഫീലിംഗ് ആയിരുന്നു നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഒരാളെ കാണുന്ന പോലെ. എന്താ ഇപ്പം ടേക്ക് അവേ എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ചെറുതാവുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ സാറിന് കുറേ കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ, അപ്പം പക്ഷെ കുറച്ച് വലുതായപ്പോഴത്തേക്ക് അറിയാം സാർ ഒരു സീരിയസ് ആളാണ്. പക്ഷേ ഇറ്റ് ഈസ് സോ നൈസ് ടു വർക്ക് വിത്ത് പീപ്പിൾ ഹു ഹാവ് ലോട്ട്സ് ഓഫ് നോളജ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര 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 ഒരു ലക്കാണ്. ഭയങ്കര ലക്കാണത്. എനിക്കാണെങ്കിൽ കാര്യം കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം കൊറേയൊക്കെ ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇന്റർവ്യൂസിന്റെ രസം, ഇവര് പറയുന്ന കഥകൾ കേൾക്കാൻ ഭയങ്കര രസം. ജഗദീഷ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ ഭയങ്കര രസമുള്ള കഥകളാ. പ്രണയത്തിനെ പറ്റിയുള്ള ഒരു റീല് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടായിരുന്നോ? പ്രണയം ഉണ്ടായിണ്ടോ? ഇല്ല, പ്രണയം അതില് ബാഡ് ലക്കാണ്. അപ്പൊ ഏത് ടൈപ്പ് പെൺകുട്ടിയെ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, പെണ്ണായാ മതി. അപ്പൊ ലിറ്ററലി ബ്രോ സിംഗിൾസിന്റെ വിഷമം മനസ്സിലാക്കി പറഞ്ഞൊക്കെ പറഞ്ഞ പോലെ. ഇപ്പൊ വാലന്റൈൻസ് ഡേയുടെ സമയത്താണല്ലോ ഇത് ഇറങ്ങണേ, നമ്മുടെ സിനിമ ഇറങ്ങണേ. പ്രണയത്തിനെ പറ്റിയുള്ള മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ജെൻസി കിഡ്സിന്റെ ഒരു ഫീൽ എന്താണ്? വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് ലവ്? ഐ എം എ ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. I believe in a fairy tale endings, magic. Cringe romance ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയല്ല, ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഒരാൾ അത്ര ഇഷ്ടപ്പെടുകയാണ് ദാറ്റ് ലൈക്ക് ദ ഹോൾ യൂണിവേഴ്സ് ഇസ് ലൈക്ക് സ്വെപ്റ്റ് ഫ്രം അണ്ടർ യുവർ ഫീറ്റ്. അത്രയും ഒരാള് ഐ ബിലീവ് ഇൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ലവ്. അത് പോസിബിൾ ആണെന്നുള്ള. ഇപ്പം ഐ അണ്ടർസ്റ്റാൻഡ് ഓൾസോ എങ്ങനെയാണ് ആൾക്കാർ അങ്ങനെ അല്ല എന്ന് വിചാരിക്കണേ. പക്ഷേ ഞാൻ ഇത്തിരി ഫാൻറ്റസി ലാൻഡിലാണ് ആ കാര്യം വെച്ച് നോക്കുമ്പോൾ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, അവർ പറയും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയി ആലോചിക്കും, ഇതെന്ത് ഗോളാണ്. അപ്പം അല്ലല്ല, പ്രിൻസ് ചാർമിങ്. കുറച്ച് ഐ ബിലീവ് ഇൻ ലവ് ദാറ്റ് ഐവ് റെഡ് അബൌട്ട്, സീൻ, ഈ പടത്തിലൊക്കെ കാണുന്ന, പണ്ട് ബുക്കിലൊക്കെ വായിക്കുന്ന, ഫെയറി ടെയിലൊക്കെ ഉള്ള പോലെ. പൈങ്കിളി പ്രണയം? പൈങ്കിളിയല്ല, ഇറ്റ് ഈസ് എന്താ മോർ ഓഫ് ഒരു സിൻഡ്രല്ല കൈൻഡ് ഓഫ് ഒരു സീനാണോ? അങ്ങനെ ഫെയറി ടെയിൽ ആയിരിക്കണം എന്നില്ല, ഒരു ലിറ്റിൽ ഫെയറി ടെയിൽ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഈവൻ ദേർ എന്താ അവിടെ ഉള്ളത്, കോറിലുള്ളത് ഇറ്റ്സ് ട്രൂ ലവ്. ആൻഡ് ഐ ബിലീവ് ഇൻ ദാറ്റ്, ഇൻ ദ ട്രൂത്ത് ഓഫ് ദാറ്റ് ലവ്. ഒരാൾ അത്ര ഇഷ്ടപ്പെടുക ടു ദ പോയിന്റ് വേർ വേറെ ഒന്നുമില്ല. കാര്യത്തിലേക്ക് വാ. അതെ, പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ പറയാ, അത് പറയുമ്പോ കുറെ പറയണമെന്നുണ്ട്, പക്ഷെ പറയാനും പറ്റുന്നില്ല. ഒരു ഫാന്റസി ഫാന്റസിയാണ് കുറെ. അതായത് മാഡ്ലി ഇൻ ലവ് എന്ന് പറയാം അല്ലെ? ആ ഒരു ലൈൻ മാഡ്ലി ഇൻ ലവ് എന്ന് പറയാം. മാഡ്ലി ഇൻ ലവ്. ഒബ്സർവ് ചെയ്തിട്ട് ഒരു കാര്യം എനിക്ക് പറയാം, ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണ് മാത്യു. മാത്യു ഇങ്ങനെ ഫാന്റസി ലെവലിൽ ചിന്തിക്കുന്ന ആളാ. മാത്യുവിന് കിട്ടുന്ന പെൺകുട്ടി ഭാഗ്യവതിയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം 2-3 കാര്യങ്ങൾ. മാത്യു ഇന്റലിജന്റ് ആണ്, പക്ഷെ ഇന്റലിജന്റ് ആണെന്ന് ഭാവിക്കില്ല. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്.
ബുദ്ധിയുണ്ട്, പക്ഷെ ബുദ്ധി ഉണ്ടെന്നുള്ള രീതിയിൽ പെരുമാറുകയോ എനിക്കിതെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ പെരുമാറുകയും. അല്ല, മാത്യുവിന്റെ ഭയങ്കര പ്ലസ് മാത്യു ഭയങ്കര മെച്ചൂർഡാണ്. സത്യട്ടോ. മാത്യു ബുദ്ധിമാനാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു തോന്നും രീതിയില് ബുദ്ധിയില്ലാതൊക്കെ, പക്ഷെ ബുദ്ധിയുണ്ടെന്ന് കാണിക്കില്ല. വളരെ കൂളായിട്ട് ഞാൻ ഇതൊന്നും എനിക്ക് ഇങ്ങനെയൊക്കെ നിൽക്കും, എല്ലാം അറിയാം, ചുറ്റും നടക്കുന്ന എല്ലാം അറിയുന്ന ഒരു CID ആണ്. മുകളിലിരുന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ടെന്നല്ലേ, ഇവിടെ നടക്കുന്ന എല്ലാം മാത്യു അറിയുന്നുണ്ട്. മാത്യു ഐ ഫീൽ ലൈക്ക് എല്ലാരും മാത്യുവിനെ പറ്റി നല്ലത് പറയുന്നതുകൊണ്ട് ഞാനും പറയാം. എന്തായാലും എല്ലാരും പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഐ ഫീൽ ലൈക്ക് ഞാനും മാത്യു ഇരുന്ന് ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നു. ഇത് ഞാൻ ആർക്കും കാശ് കൊടുത്തിട്ടില്ല, പക്ഷേ ഞാനും മാത്യു ഇരുന്ന് മിണ്ടാൻ തുടങ്ങിയ പിന്നെ നമ്മൾ എവിടേക്കാ എത്തണേന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് ഭയങ്കര രസമാണ് ആക്ച്വലി. കാരണം കുറേ സിമിലാരിറ്റി ഉണ്ട് ഐ ഫീൽ ലൈക്ക് ഇൻ മൂവീസ്, മ്യൂസിക് ആൻഡ് ഓൾ. ബിയോണ്ട് ദാറ്റ് നമ്മൾ മിണ്ടി എത്തിക്സും പോളിറ്റിക്സും ഫിലോസഫി. അല്ല, അതിനെക്കുറിച്ചും എനിക്ക് പറയാനുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു നായകനും നായികയും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും വളരെ പൈങ്കിളിയായിട്ടുള്ള ക്ലീശയായിട്ടുള്ള സംസാരങ്ങൾ കേട്ടിട്ട് എനിക്ക് ഉള്ളിൽ ഇവരെന്താ എന്ന് ചിന്തിച്ചു. പക്ഷെ ഇവര് സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവര് നല്ല ഈ പറയുന്ന പോലെ ഫിലോസഫി ആയിക്കോട്ടെ, വേൾഡ് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിട്ടുള്ള റിലേഷൻസിൻ്റെ കാര്യങ്ങൾ, സിനിമയെക്കുറിച്ചായിക്കോട്ടെ, നല്ല സിനിമയെക്കുറിച്ചും കുറച്ചൊരു ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലുള്ള ടോക്കാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം തീരെ പൈങ്കിളിയായിട്ട് എന്താ കഴിച്ചേ ഞാൻ സെയിം പിഞ്ച് ഞാനും എന്ന് പറയുന്ന ഹീറോയിനും അതാരെന്നൊന്നും ചോദിച്ചു. എനിക്കത് ഞാനിങ്ങനെ നോക്കിയിട്ട് സാരമില്ല, നമ്മൾ അഭിപ്രായമൊക്കെ കഴിഞ്ഞിട്ടില്ല, പുട്ട് സെയിം പിഞ്ചെങ്കിൽ സെയിം പിഞ്ച് നമ്മൾ അല്ല, ഇത് അത്തരത്തിലുള്ള പൈങ്കിളി ഇല്ല എന്നുള്ളത് വളരെ സന്തോഷമായിരുന്നു. കാരണം വേൾഡിലെ എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ, അതല്ലാതെ ഇവരിതെന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും തോന്നിയിട്ടില്ല. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ വർക്കിനെ ബാധിക്കുന്നില്ല. ഷോർട്ട് സമയത്ത് എല്ലാവരും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ എന്താ, ലെറ്റ് ദം ടോക്ക്. അപ്പോൾ അവർ നല്ല കാര്യങ്ങൾ സംസാരിക്കട്ടെ, കാര്യങ്ങൾ ഷെയർ ചെയ്യട്ടെ, അറിവുള്ള കാര്യങ്ങൾ പങ്കിടട്ടെ. അതൊക്കെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഭയങ്കര ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ടാ. അല്ല, എന്നാൽ പോലും നല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന് വാക്ക് ഭയങ്കര ഇൻഡെപ്ത് ഒന്നും അല്ലെങ്കിൽ എല്ലാത്തിനും എന്തും സംസാരിക്കാം അല്ലെ, നമ്മൾ സംസാരിക്കുന്ന എല്ലായിടത്തും ഒരു സിമിലാരിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരുടെ കൂടെയാണ് എനിക്ക് ഏറ്റവും മിണ്ടാൻ ഇഷ്ടം. കാരണം മണ്ടത്തിന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇഫ് ദർ ഇസ് എ സീരിയസ് ടോപ്പിക് അതിനെപ്പറ്റി നമുക്ക് മിണ്ടാൻ പറ്റും. പിന്നെ മൂവീസ് ഐ തിങ്ക് ഇരുന്ന് മിണ്ടി ആ പടം ഈ പടം നമ്മളൊക്കെ അറിയാത്ത സിനിമകളായിരിക്കും, വേറെ ക്ലാസിക്സ് ഒക്കെ ശേഷനപ്പൊ പറയാ നമുക്ക്. ഇപ്പൊ ഇവര് രണ്ടാള്, അതായത് രണ്ട് ധ്രുവങ്ങളിൽ പ്രണയത്തെ കുറിച്ച് സംസാരിച്ച ആളാണല്ലോ. യു ഹാവ് ബീൻ ത്രൂ പ്രണയം, യു ഹാവ് ബീൻ ത്രൂ റിയാലിറ്റി. ഇപ്പൊ വാട്ട് ഈസ് യുവർ വേർഷൻ ഓഫ് പ്രണയം? എന്താ അവരോട് പറഞ്ഞു കൊടുക്ക പ്രണയത്തെ പറ്റിട്ട്? പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവര് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, പ്രണയം എന്നുള്ള ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികളുടെ കാര്യമല്ല ഇവർ നോക്കുന്നത്. പ്രണയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടുള്ള പ്രണയമാണ് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആ രീതിയിലും പ്രണയം ഉണ്ട്. അതെ, അല്ല ഞാൻ പറഞ്ഞ ദേവിക പറഞ്ഞ ദേവിക കംപ്ലീറ്റ്ലി ഒരു ഫാന്റസി, അങ്ങനെ ഒരു പ്രണയത്തെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാത്യു എന്ന് ജഗദീഷ് ചേട്ടൻ പറഞ്ഞു. അതെ, ജഗദീഷ് ചേട്ടന്റെ ഒരു പ്രണയത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്താ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രണയം എന്നല്ല, നമ്മളെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്താ പറയുക, നമ്മൾ ഒരു സ്വഭാവത്തിലായിക്കോട്ടെ, നിലപാടിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരു മിനിമം നിലവാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു സുഖമുണ്ട്. മിനിമം നിലവാരം. ബാക്കി നിലവാരം ഇല്ലെന്ന് കരുതി ഞാൻ അവരെ പുച്ഛിക്കൊന്നുമില്ല. ഞാൻ ഉള്ളിൽ ഓക്കെ ഓക്കെ ശരി, ഞാനത് കാണിക്കില്ല. അതെൻ്റെ ഡിപ്ലോമസിയാണ്, എൻ്റെ നയമാണ്. പക്ഷെ ഉള്ളിൽ വിചാരിക്കും കുറച്ചുകൂടെയൊക്കെ നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. അത് പുറത്ത് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം. പക്ഷെ ഞാനത് ഉള്ളിൽ ഞാൻ അവരുമായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രണയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പ്രണയം എന്ന് പറയുന്നത്, അത് ഒരുപാട് എന്നോടുള്ള ഒരു ഇഷ്ടം, ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം പിന്നെ അന്നത്തെ സിനിമയിൽ കാണുന്ന എന്താ പറയുക, മമ്മൂക്കയുടെയും നായികയുടെയും അല്ലെങ്കിൽ നസീർ സാറിൻ്റെയും നായികയുടെയും പ്രേമമായിട്ട് ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല. പലപ്പോഴും എന്നിൽ ആ കലാകാരനെ ഇഷ്ടപ്പെട്ട അത് പിന്നെ വേറെ തരത്തിലുള്ള പ്രേമമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാനൊന്നും
വലിയ സ്ട്രെയിനൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിലൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് പല രീതിയിലും അവരൊക്കെ എനിക്ക് പിന്നെ ഇൻസ്പിറേഷനായിട്ടുണ്ട് എല്ലാ കാലത്തും. ഇന്നും അതിനെക്കുറിച്ച് എത്രയോ ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ് എനിക്ക് മുന്നോട്ട് പോകാൻ, ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരുടെ ക്രിറ്റിസിസം, അവരുടെ അപ്രീസിയേഷൻ, അതൊക്കെ എന്നെ സ്വാധീനിക്കും. അവരത് പറയുമ്പോൾ എനിക്ക് നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എനിക്കൊരു പ്രചോദനമാണ്. മോശമായി പോയി എന്ന് പറയാൻ നേരത്തും എനിക്ക് പ്രചോദനമാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എന്തായിരുന്നു അതിനകത്ത് മോശമായിട്ട് തോന്നിയത്, അത് ഇന്ന സീനിൽ ഇന്ന രീതിയിൽ ആ എക്സ്പ്രഷൻ കുറച്ചുകൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് 100% ഞാൻ അവിടെ ഒന്നുകൂടെ ആലോചിക്കും. ശരിയാണ്, കുറച്ചുകൂടെയൊക്കെ ഇമ്പാക്റ്റ് കൊണ്ടുവരാമായിരുന്നു, ഒരു ലാപ്സ് പറ്റിയിട്ടുണ്ട് എന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അല്ലാതെ അവർക്ക് എന്ത് അഭിനയത്തെക്കുറിച്ച് അറിയാം, അവർ അഭിനയത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ആ ക്രിറ്റിസിസം നമ്മൾ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നത് ആര് പറഞ്ഞിരുന്നാലും. അവിടെ നമ്മൾ ഈ നിലവാരമുള്ള ആൾ നിലവാരമില്ലാത്ത ആളെന്നൊന്നും നമ്മൾ നോക്കാറില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചിരുന്നാൽ ഒരു മിനിമം ക്വാളിറ്റി ഓരോരുത്തരും, കാരണം വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഒരു ഗ്രാജുവേറ്റിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ വളരെ ഉദാത്തമായിട്ടുള്ള സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതല്ല. പെരുമാറ്റത്തിൽ പോലും നിലവാരം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളോട് എങ്ങനെ പെരുമാറണം, സെയിം ബേസിക് ആയിട്ടുള്ള എറ്റിക്കറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ബോയ് ഒരു ചായ കൊണ്ടുവന്നിരുന്നത് ചായ താഴെ അബദ്ധവശാൽ കുറച്ചൊന്ന് സാരമില്ല എന്ന് പറയുന്നത് നിലവാരമാണ്. സാരമില്ല, പോട്ടെ കുഴപ്പമില്ല, സോറി ഏട്ടാ എന്ന് ഈ ബോയ് വളരെ സങ്കടത്തോടു കൂടിയൊക്കെ ടെൻഷൻ അടിച്ച് അവിടെ നമ്മൾ കുഴപ്പമില്ല അവിടെ നിലവാരമില്ല എന്ന് പറയുന്നത് വെച്ചാൽ എന്താടാ സൂക്ഷിച്ചൂടെ, കൊണ്ടുപോവാ, ചായ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അയാളുടെ അവിടെ ഞാൻ നിലവാരമില്ലാത്ത ആളാവും. അപ്പം നിലവാരത്തിന് എൻ്റേതായിട്ടുള്ള ചില ഡെഫിനിഷനുണ്ട്. സ്റ്റാൻഡേർഡ് എല്ലാം അറിവുള്ള IAS ലെവലിലുള്ള ജനറൽ നോളജുള്ള സംഭവമല്ല നിലവാരം എന്ന് പറയുന്നത്. നിലവാരം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ മനസ്സിലാക്കി പെരുമാറുന്നതിനാണ് അവിടെ സ്റ്റാൻഡേർഡായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അവരെ വിഷമിപ്പിക്കുക. ഇപ്പൊ ജഗദീശേട്ടൻ പറഞ്ഞു കിട്ടുന്നത്, ജഗദീശേട്ടൻ പണ്ടൊക്കെ പാട്ട് പാടുന്ന സമയത്ത് ഇത് ഫുൾ ട്രോൾ ആവുമല്ലോ. ഈ ട്രോളുകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതില് രജനീകാന്ത് പിന്നെ ഞാൻ പാടി തുടങ്ങുമ്പോ രജനീകാന്ത് അയ്യോ എന്ന് പറഞ്ഞ് ഈ ലോകം വിട്ടു വന്ന ആ ട്രോളൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനെ ക്രിറ്റിസിസം ആയിട്ടാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അത് അവർ പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അതിനെ ബെറ്റർ ആക്കാനാണ് നോക്കുന്നതെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അല്ല, അവരെ കൊണ്ട് ഞാൻ അല്പം ബെറ്റർ ആണെന്ന് പറയിക്കണം എന്നൊരു വാശിയും കൂടെ എനിക്കുണ്ട്. അതായത് പിന്നെ ഞാൻ എൻ്റെ ആദ്യകാലത്തുള്ള അത്തരത്തിലുള്ള പാട്ടുകൾ ഒരുപാട് ട്രോള് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു പൊതുവേദിയിൽ വെച്ച് ഓമനക്കുട്ടി ടീച്ചർ MG രാധാകൃഷ്ണൻ സാറിൻ്റെ സിസ്റ്റർ പറഞ്ഞു, ജഗദീഷിൻ്റെ പാട്ട് ഇപ്പോൾ വളരെ നന്നാകുന്നുണ്ടെന്ന് പറഞ്ഞ് ആളുകൾ മുഴുവൻ കൈയടിച്ചു. അതെനിക്ക് വലിയ ഇൻസ്പിറേഷൻ. ഒരു വലിയ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അനുസ്മരണ ആ ഒരു ചടങ്ങിൽ വെച്ചാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചർ എന്ന് പറഞ്ഞിരുന്നാൽ ഭയങ്കര മ്യൂസിക് പ്രൊഫസർ, പിന്നെ മാത്രമല്ല കച്ചേരികളും എല്ലാം ഇതിന് ഏറ്റവും കൂടുതൽ നോളജുള്ള പിന്നെ വിദുഷികളിൽ ഒരാളാണ്. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ പറയല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ വളരെ നന്നാവുന്നുണ്ടെന്ന് പറഞ്ഞു. നന്നാവുന്നുണ്ടെന്നാണ് പറഞ്ഞത്, പെർഫെക്റ്റ് ആണെന്ന്, ബെറ്റർ ആവുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് അന്ന് ഇവിടെ കീബോർഡിസ്റ്റ് രാജൻ എന്ന് പറയുന്ന പുള്ളി എനിക്ക് ഓരോ സംഭവങ്ങളും എൻ്റെ മിസ്റ്റേക്കുകൾ എന്താണ്, സ്വരസ്ഥാനത്തിൻ്റെ, ശ്രുതിയുടെ, പിച്ചിങ്ങിൻ്റെ ഓരോ സംഭവങ്ങളുമൊക്കെ അതിനനുസരിച്ച് താളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, തെറ്റുകൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പാട്ടിൽ ഇപ്പോൾ കോൺഫിഡൻസോടുകൂടി സൂപ്പറായിട്ട്. ഞാൻ ആദ്യമേ പറയും, ഐ എം നോട്ട് എ സിംഗർ, ഐ എം എൻ ആക്ടർ ഹു ക്യാൻ സിംഗ്, അത്രേ ഉള്ളൂ. ഐ എം നോട്ട് എ സിംഗർ. അപ്പോൾ അങ്ങനെ നമ്മളെ വിലയിരുത്തുക, നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കുക. നമ്മുടെ കഴിവുകളെ പോലെ തന്നെ നമ്മുടെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കണം. അല്ല നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മളൊരു സംഭവമാണ്. ജഗദീശേട്ടൻ പാടുമ്പോ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ പാടുക. ആ എൻജോയ്മെന്റ് ഈ പറഞ്ഞ പോലെ കണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടും. നമ്മൾ ഒന്ന് അപ്പം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു ഫംഗ്ഷന് പോവാ, അപ്പൊ അവിടെ ആൾക്കാർ മൈക്ക് വന്നിട്ട് പാടാ, ജഗദീശേട്ടൻ ഒരു പാട്ട് പാടുന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത്ര കോൺഫിഡൻസിൽ പാടാൻ പറ്റുന്ന പാട്ട് ഏതാ? അല്ല, അങ്ങനെ പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടും നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിലൊക്കെ
ഏതെങ്കിലും 2 വരി പാടാൻ പറഞ്ഞാൽ എനിക്ക് 2 വരി പാടാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഏത് പാട്ട് വേണോ ആര് പറഞ്ഞാൽ 2 വരി എനിക്ക് അറിയാവുന്നുള്ള ഏതെങ്കിലും ഒരു പാട്ടോടെ ഒരു എനർജിക്കൊക്കെ ഈ ചോദ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് എനിക്ക് റഫീ സാബിന്റെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ദിൽ ജോ ന കഹ സകാ വഹി രാസ് ദിൽ कहने की रात आई दिल जो न कह सका. സമ്മതിക്കണം കേട്ടോ, സമ്മതിക്കണം. ഋതിക് റോഷന്റെ അപ്പൂപ്പൻ ട്യൂൺ ചെയ്ത പാട്ടാണ്. ഋതിക് റോഷന്റെ പിന്നെ രാകേഷ് റോഷന്റെ അച്ഛൻ, രാകേഷ് റോഷന്റെ അച്ഛൻ, രാജേഷ് റോഷന്റെ അച്ഛനാണ് റോഷൻ. അതെ, റോഷൻ. താജ്മഹൽ, അങ്ങനെ ഒരുപാട് പടങ്ങൾ. കൂടുതൽ ഹിന്ദി പാട്ടുകളെയൊക്കെ പഴയത് മലയാളം ഏത് വേണോ പാടും. ഇപ്പൊ ഹിന്ദി കോട്ട കഴിഞ്ഞു, ഇപ്പൊ മലയാളം കേൾക്കുന്നല്ലേ. ഇപ്പൊ ഈ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ സുഖമാണെന്ന് പറയുന്ന എല്ലാവർക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഹൗ ഡസ് യുവർ സുഖമുള്ള ഒരു ദിവസം ലുക്ക് ലൈക്ക്? രാവിലെ എണീറ്റ് ഷൂട്ടിന് പോവാ, നമ്മൾ അവിടെ എത്തി റെഡി ആവുക, നമുക്ക് വർക്ക് തുടങ്ങുക, ബാക്കി കോ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഒപ്പം നമുക്ക് കളിച്ച് ചിരിച്ച് നമ്മുടെ സാധനവും അടിപൊളിയായിട്ട് ചെയ്യുക. നമ്മളും അല്ല, മൊത്തത്തിലൊരു ടീമായിട്ട് നമുക്ക് സീൻ ക്രാക്ക് ചെയ്യാൻ പറ്റുക. അന്ന് അറ്റ് ദ സെയിം ടൈം നല്ലോണം അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക ലഞ്ചിന്, അത് കഴിഞ്ഞിട്ട് പിന്നെയും സീൻ ഷൂട്ട് ചെയ്യുക, ചായ കുടിക്കുക, അതിൻ്റെ ഇടയ്ക്കുള്ള തമാശകൾ കഴിഞ്ഞ് വീട്ടിൽ പോവുക, കുളിക്കുക. അതാണ് എൻ്റെ സുഖമുള്ള ദിവസം അല്ലേ അല്ല, എനിക്ക് ഈ മാത്യു പറഞ്ഞ പോലെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. എനിക്ക് ഇതിനകത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള 1-2 സീൻസ് ഉണ്ട്, വളരെ ചലഞ്ചിങ് ആയിട്ട്. അത് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയുക, ഞാനത് വളരെ ത്രില്ലോട് കൂടിയാണ് എന്നെ നോക്കി കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് സീൻ മനസ്സിലാക്കിയിട്ട് അത് സീൻ ചെയ്യുന്നവരെ അതിൻ്റെ ത്രില്ല്, സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ത്രില്ല്, അതെ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ത്രില്ല്, പ്രേക്ഷകരും കൂടെ പറയുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുക. പ്രേക്ഷകർ പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സംവിധായകൻ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ 2-3 സീൻ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സീനാണ്. അത് എനിക്ക് ഞാനത് ഇഷ്ടപ്പെട്ട്, എല്ലാ സീനും ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചലഞ്ചിങ് ആയിട്ടുള്ള സീൻ നടക്കുമ്പോൾ ഉള്ള സംഭവങ്ങളില്ലേ, അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാലഞ്ചിങ് എന്ന് പറയുന്ന സീനൊന്നും ഇവര് സമയമൊന്നും എടുക്കില്ല. നമ്മള് 2-3 ടേക്കിനപ്പുറം പോയിട്ടില്ല. ഞങ്ങളുടെ 2-3 അവിടെ പറയുമ്പോൾ ഞാൻ പറയല്ലേ, ഞാൻ പരസ്പരം പോഴത്തി പറയല്ല. മാത്യുവിൻ്റെ ഒക്കെ ആക്ടിങ്ങിൻ്റെ ഒരു രീതി, ദേവികയൊക്കെ ഇവരൊന്നും ഒരു ഓവർ ആക്ടിങ് അല്ലാത്തത് നമുക്ക് വളരെ കംഫർട്ടബിളാണ്. അപ്പം നമുക്ക് പൊടിക്ക് ഒരു ഓവർ അവിടെ വന്നു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ആക്ടിങ്ങിനെ ബാധിക്കും. അപ്പോൾ വളരെ ഒരു ആ നൂല് പിടിച്ചിട്ടുള്ള അഭിനയം തന്നെയാണ് ഇവരുടെയും. വിശേഷിച്ച് മാത്യു ആയിട്ടാണ് അങ്ങനെയുള്ള ഇമോഷണൽ സീൻസ് ഉള്ളത്. അപ്പോൾ ആ സീനിൽ മാത്യുവിൻ്റെ റിയാക്ഷൻ, മാത്യുവിൻ്റെ ഡയലോഗ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മാത്യു നമ്മുടെ മീറ്ററിന് നമ്മുടെ ഉൾക്കൊണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ സൗകര്യമാണ്. അല്ല, അത് നേരെ തിരിച്ചു. നമ്മളും ആ കംഫർട്ടിലെത്തണ ജഗദീഷ് ചേട്ടനും ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്കൊരു സാധനം നല്ലതായിട്ട് തരുമ്പോൾ നമ്മളും അത് ഇട്ടിതാവും, നമ്മളും നല്ലതാവും, കോ ആക്ടർ നല്ലതാവണെങ്കിൽ നമ്മളും നല്ലതാവും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ടുള്ള കണ്ണുകളിൽ നോക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, ഡയലോഗ് ഇല്ലാതെ. അതിൽ നമുക്ക് പരസ്പരം ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. എങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ജഗദീഷ് ചേട്ടൻ കുറച്ചും കൂടെ ലൈറ്റ് വേർഷൻ ആണ്. കാട്ടാളിൽ വരാനിരിക്കുന്ന ജഗദീഷ് ചേട്ടൻ മാർക്കോട് ഒരു അവസ്ഥയായിരിക്കോ? ഞാൻ ഇതൊരു അങ്ങനെ ഒരു ചോദ്യം വരാതിരുന്നല്ലോ. കാട്ടാളനെ കുറിച്ച് മാർക്കോട് ഒരു ഫീൽ ആയിരിക്കും, അതുപോലെ അങ്ങനെ വന്ന് പേടിപ്പിക്കാനുള്ള അതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കാട്ടാളൻ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആയിരിക്കും. അത് ആ കാര്യത്തിൽ ഞാൻ പറയാം. എൻ്റെ റോളിനെ കുറിച്ച് കുറച്ചുകൂടെ അടുത്ത സ്റ്റേജിൽ ഞാൻ കുറച്ചുകൂടെ റിവീൽ ചെയ്യാം. സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ സമ്മതത്തോടു കൂടി ഞാൻ റിവീൽ ചെയ്യാം. എന്തായിരുന്നാലും അതും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് ദിവസം വർക്ക് ചെയ്ത ഒരു ഫിലിമാണ്. അതിൻ്റെയും ത്രില്ലിലാണ് ഞാൻ. ബാക്കി കാര്യങ്ങൾ വഴിയെ. ഇപ്പോൾ സുഖമാണോ? സുഖമാണ് അല്ലേ? തിയേറ്ററിലേക്ക് February 13th സുഖമാണ് റിലീസ് ആവാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ റിവ്യൂ ചോദിക്കുമല്ലോ, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കാണുന്നവരെല്ലാവരും സുഖമാണെന്ന് തന്നെ പറയട്ടെ. ട്രെയിലറിൽ കണ്ട അതേ സസ്പെൻസും രസവും ഒക്കെ ഫുൾ തിയേറ്ററിൽ ഞങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.